ഗായ്സ്, സിംഗപ്പൂർ വന്നിട്ട് ഞാൻ ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒന്നും കാണിച്ചില്ലെന്ന പരാതി വേണ്ട. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സ് അത് തന്നെയാണ്. ചേട്ടാ, ഞങ്ങൾക്ക് ഈ ഫ്രൂട്ട്സും ഷേക്കും ഒക്കെ ഉണ്ടാക്കുന്ന കാണാനാണ് ഇഷ്ടം. ചേട്ടൻ ഈ ട്രാവൽ വ്ളോഗൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിരുന്നു. എന്നാലും നമുക്ക് കുറച്ച് ട്രാവൽ വ്ളോഗ് ചെയ്യോട്ടോ ഗൈസ്. കാരണം സിംഗപ്പൂർ വന്നിട്ട് ഞാൻ ഇതൊക്കെ കാണിക്കണ്ടേ. ഇതിന്റെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്തുള്ള ഫ്രൂട്ട് ഷോപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പൊ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് താനും. ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു തരം ആപ്പിളാണ്, ഈ വലിയൊരു ആപ്പിള്. നമ്മുടെ നാട്ടിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ആപ്പിൾ ഞാൻ അധികം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതുപോലെ ഇത് ആപ്പിൾ അല്ല, ഇത് നമ്മുടെ സബർജിലിന്റെ തന്നെ വേറൊരു വേരിയന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പേര് നമുക്കറിയില്ല, കാരണം കംപ്ലീറ്റ് എഴുതി വെച്ചിരിക്കുന്നത് മലായ് ഭാഷയിലാണ്. അതുകൊണ്ട് നമുക്ക് വായിക്കാൻ കുറച്ച് പാടാണ്. ഇത് കണ്ടോ, ചൈനീസ് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് ആപ്പിളിലൊക്കെ വരെയും ഭയങ്കര ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്കറിയില്ല. ചില്ലറ വലിപ്പമൊന്നും അല്ലട്ട് ഈ ആപ്പിളിന്, നല്ല വലിപ്പമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചപ്പപ്പായ ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. ഇതാണ് വെറൈറ്റി സാധനം മോനെ. ഇതാണ് മഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട്. ഞാനിത് കഴിക്കണം എന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു ഐറ്റം ആണ്. അപ്പം ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ അടുത്ത വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ് കഴിക്കുന്നതിന്റെ. ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അത്യാവശ്യം നല്ല വിലയുണ്ട് ഇതിന്, കാരണം ഒരെണ്ണത്തിന് $3.20 ഉണ്ട്. നാട്ടിലെ ഏകദേശം 6×3=18, 180 രൂപ അടുത്ത് വിലയുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിലെ വില കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ സിംഗപ്പൂർ ജീവിക്കുമ്പോൾ നമ്മൾ നാട്ടിലെ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യരുത് ഒരു കാര്യവും. പിന്നെ നമ്മുടെ അവക്കാടോനെ കണ്ടപ്പോൾ സങ്കടം തോന്നി. കാരണം ഉണങ്ങി കരിഞ്ഞ ഒരു ചെറിയൊരു അവക്കാടോണ് ഇരിക്കണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തോരം നല്ല അവക്കാടോ കിട്ടും അല്ലേ. ഇവിടെ ഞാൻ നല്ല ക്വാളിറ്റി അവക്കാടോ ഒന്നും കണ്ടില്ല. ഇനി കാണുകയാണെങ്കിൽ വീഡിയോ എടുത്ത് നമ്മൾ എന്തായാലും വാങ്ങിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ ചാമ്പക്കയാണ് ഗൈസ് ഈ കാണുന്നത്. നിങ്ങൾ വീഡിയോസിൽ കാണുമ്പോൾ ഭയങ്കര വലിപ്പം തോന്നുമെന്ന് അറിയില്ല. അത്യാവശ്യം ഒരു ആപ്പിളിന്റെ സൈസ് ഉണ്ട് ഈ ചാമ്പക്കയ്ക്ക്. ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള ചാമ്പക്കയാണ്. അതുപോലെ നല്ല സ്ട്രോബെറീസ് അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ സ്ട്രോബെറീസിന്റെ സീസൺ അവസാനിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ കംപ്ലീറ്റ്ലി സ്ട്രോബെറി അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ട്രോബെറീസ് ആണ്. പിന്നെ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ. അതായത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കട്ട് ചെയ്ത് വെച്ചാണ് കണ്ട. അതുപോലെ തന്നെ ചക്കയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഈ ഒരു ഐറ്റം കുറെ പേരെങ്കിലും ഇൻസ്റ്റാ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു പയ്യന് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫ്രൂട്ട് കിട്ടുന്നത്. ഗൈസ്, ഈ ഫ്രൂട്ട് നോക്കിയേ. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ മുട്ടപ്പഴം ഇല്ലേ, അതല്ലേ. ഇതെനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ മുട്ടപ്പഴം ആണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് വെറുതെ നമ്മള് പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതാണ് പീച്ച് ഫ്രൂട്ട്. നമ്മുടെ ഇമോജീസിലൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണിത്. പലരും ഇതിനെ വേറൊരു ഐറ്റം ആയിട്ടാണ് ഉപമിക്കാറ്. അത് ഞാൻ പറയാണ്ട് തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. ഒരു പീച്ച് ഫ്രൂട്ട് ഞാൻ എന്തായാലും വാങ്ങിക്കുന്നുണ്ട്. കാരണം നമ്മൾ കഴിക്കാത്ത ഫ്രൂട്ട് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു ത്രില്ല്. പിന്നെ നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാത്ത, എല്ലാവരും ഉപേക്ഷിക്കുന്ന കംപ്ലീസ് നാരങ്ങ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കദളിപ്പഴം ഉണ്ടായിരുന്നു. ഈ ഒരു ഓറഞ്ച് ഭയങ്കര വലിയൊരു ഓറഞ്ചാണ്. നമ്മുടെ നാട്ടിൽ അച്ചാറൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓറഞ്ചാണെന്ന് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. കണ്ടിട്ട് അതേപോലെയൊക്കെ തോന്നി, പക്ഷേ ഇത് ഓറഞ്ച് ആണോ എന്ന് സംശയമുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ ഗൈസ്. പിന്നെ അച്ചാറിന്റെ ഓറഞ്ച് ആണെങ്കിൽ നമ്മൾ പെട്ടുപോകൂലേ, അതുകൊണ്ട് വാങ്ങിച്ചില്ലേ. ഇനിയും കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ.